GST 2.0 എന്ന പേരിൽ രാജ്യത്ത് GST നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ റിഫോംസ് നടന്ന കാര്യം നിങ്ങളിപ്പോൾ ഏകദേശം അറിഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് പ്രോഡക്റ്റുകളുടെ GST റേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചേഞ്ചസ് ഒരു ബിസിനസ് ഓണർ എന്ന നിലയിൽ നിങ്ങളെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുക? അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വന്ന സംശയമാണ്, സപ്പോസ് എൻ്റെ ഒരു പ്രോഡക്റ്റിന്റെ GST റേറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സിസ്റ്റിംഗ് സ്റ്റോക്കിന്റെ ഇൻപുട്ട് ക്രെഡിറ്റിന് എന്ത് സംഭവിക്കും? ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ആ ഇൻപുട്ട് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. GST റേറ്റ് കുറഞ്ഞു എന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്നില്ല. പക്ഷേ സപ്പോസ് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിന്റെ GST റേറ്റ് 28-ൽ നിന്നോ 18-ൽ നിന്നോ മറ്റോ നീൽ റേറ്റഡ് ആയി മാറിയാൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന്റെ GST ക്രെഡിറ്റിന് എന്ത് സംഭവിക്കും? അത് കുറച്ച് പ്രശ്നമാണ്. നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ക്രെഡിറ്റ് 22 സെപ്റ്റംബർ വരെയുള്ള സപ്ലൈക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞാൽ ആ ഇൻപുട്ട് ക്രെഡിറ്റ് നിങ്ങൾ റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്തരത്തിൽ GST 2.0 റിഫോമുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ FAQs നമ്മളൊരു സീരീസായി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കും.